ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മുട്ടയുടെ മഞ്ഞ മാത്രം ഉപയോഗിച്ചിട്ടും അതുപോലെ വെള്ള മാത്രം ഉപയോഗിച്ചിട്ടും മയോണൈസ് തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഞാനിവിടെ ഒരു മുട്ട മുഴുവനായി എടുത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി മിക്സിയുടെ നമ്മുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് ഒരു മുട്ട ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ, ഇനി ഒരു വെളുത്തുള്ളി അല്ലിയിൽ നിന്ന് കാൽഭാഗം എടുത്ത് ഈ കാൽഭാഗം ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലിട്ട് കൊടുക്കാം. കണ്ടില്ല, കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലിടാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും ചേർത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അടിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ മിക്സിയുടെ വലതുഭാഗത്തേക്ക് തിരിച്ചിട്ടാണ് അടിക്കുക. പക്ഷേ ഇത് അടിക്കുന്ന സമയത്ത് മിക്സിയുടെ ഇടതുഭാഗത്തേക്ക് തിരിച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ. ഇതുപോലെ 1-2 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കാം. നമുക്കിന്ന് തുറന്ന് നോക്കാം. ഈ ഒരു വെളുത്തുള്ളിയും അതുപോലെ ചെറുനാരങ്ങ നീരും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ലൂസാണ്. ഇതിനാണ് നമുക്കിതിനെ നന്നായിട്ട് തിക്കാക്കി എടുക്കേണ്ടത്. നമ്മളിതിനെ ഓയിൽ ഒഴിച്ചിട്ട് തിക്കാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഓയിലിൽ നിന്ന് നമുക്ക് കുറച്ച് ഒഴിച്ച് അടിച്ചെടുത്തിട്ട് വേണം ഇത് ഈ ഒരു മയോണൈസ് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനൊരു 1/4 കപ്പ് ഓയിലിൽ നിന്ന് ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും നമുക്കൊരു 3-4 പ്രാവശ്യം ഇതിനെ ഇങ്ങനെ അടിച്ചെടുക്കണം. വീണ്ടും ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിനെ 3-4 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാം. അതായത് ഈ ഒരു മയോണൈസ് നല്ല തിക്കായി വരുന്നത് വരെ നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് അടിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടില്ല, ചെറുതായി ഒന്ന് തിക്കായി വരുന്നുണ്ട്. വീണ്ടും ഓയിൽ ഒഴിക്കാം. പിന്നെ ഒരു 3-4 പ്രാവശ്യമായിട്ട് വീണ്ടും അടിച്ചെടുക്കാം. ഇപ്പം തിക്കായിട്ടുണ്ട്, പക്ഷെ പോരാ, ഇനിയും ഒന്നും കൂടി അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് തിക്കായി വരുന്നത് വരെ ഇതിനെ അടിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യം അടിക്കാം. എന്നിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് തിക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടിക്കാം.
നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.